കിടന്നോടപ്പോൾ ബ്ലഡ് വരാൻ തുടങ്ങിയല്ലോ. എന്താ ഇങ്ങനെയൊക്കെ കരയണത്? ആ മദീന ഭാഗത്ത് നിന്ന് കാറ്റ് വീശുമ്പോഴാണല്ലോ കരച്ച് കൂടുതൽ. എന്താ പറ്റിയത്? സത്യം പറയും, എത്ര കാലം ഉണ്ടാതിരിക്കല്. ഫമാലി ഐനൈക്, എന്താടാ ബുസൂരി നിനക്ക് പറ്റിയത്? രണ്ട് കണ്ണുകളിൽ നിന്ന് തുരുതുരാ കണ്ണീർ. എന്താ കരയുന്നതെന്ന് ചോദിച്ചാൽ കണ്ണീര് കൂടുതലും. ഒന്ന് അടങ്ങൂ എന്ന് പറഞ്ഞാൽ നിനക്ക് ബേജാറ് കൂടുതലും. എന്താ പ്രശ്നം? എനിക്കൊരു ഡൗട്ട്, നിനക്ക് ആരോടോ പ്രേമുണ്ടോ എന്നുള്ളതാണ്. അല്ലാണ്ട് ശരീരം ഇങ്ങനെ യെല്ലോ കളറാവോ? തിന്നലില്ല, കുടിക്കലില്ലേ, ഉറങ്ങലില്ലേ? ഉറക്കു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. തിന്നലില്ലെങ്കിൽ മെലിനൊട്ടു. എന്തു പറ്റി ബുസൂരി? എത്ര കാലം നീ മിണ്ടാതിരിക്കല്? ഒന്ന് മിണ്ടൂ. ഇങ്ങനെ പ്രേമത്തിന്റെ കുറെ അടയാളങ്ങൾ ഉണ്ടായിട്ടും നീ മിണ്ടാതിരുന്നിട്ട് എനിക്കാരോടും പ്രേമൊന്നുമില്ല എന്ന് പറയാനൊന്നും നോക്കണ്ട. പറയൂ, മിണ്ടൂ. അങ്ങനെ തുരുതുരാ ചോദ്യങ്ങൾ ഈ കോടതിയിൽ കയറ്റിയ ബൂസൂരിയോട് പുറത്തുള്ള ബൂസൂരി തുരുതുര ചോദിച്ചപ്പോ ലാസ്റ്റ് മിണ്ടണ്ടി വന്നു. ഉള്ളിലുള്ള ആള് പറഞ്ഞു, നാം ഐ ഹാവ്, എനിക്കുണ്ട് പ്രേമം. ഞാൻ പ്രേമിക്കുന്ന ആള് എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് അത് കിനാവായി ഒതുങ്ങിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് ഇപ്പൊ ഉറങ്ങലില്ല, നേരിട്ട് തന്നെ കാണാനുള്ള പരിപാടിയാ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഉറക്കം കഴിഞ്ഞാൽ തലവേദന, മറ്റേ മൈഗ്രെയിൻ്റെ പ്രശ്നം, കാലിൻ്റെ നീര്, നടുവേദന ആക്കെ ഉണ്ടാവില്ലേ? പ്രേമം തലി കയറിയാൽ വേദന മെയിൻഡാക്കൂല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, തിന്നുമോനെ, ശരീരം നോക്കണ്ട മോനെ, കുടിക്കും മോനെ, ഉപദേശമൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ ഇന്നൽ മുഹിബ്ബ അനിൽ മുഹിബ്ബികൾ മഹബത്തിന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ചെവിയിൽ കുത്തിയോണ്ട് പുറത്തുനിന്ന് പറയുന്ന ഉപദേശമൊന്നും കേൾക്കൂല. SSFകാരൻ തൊപ്പിയിട്ടിട്ട് നടന്നാൽ കോളേജിൽ നിന്ന് കളിയാക്കും, കേൾക്കൂല. ഹിജാബ് ഇട്ട മോളെ ആദ്യം ട്രോളൽ ഫാമിലി എന്നാണ്, പക്ഷെ കേൾക്കൂല. ഇന്നൽ മുഹിബ്ബ അനിൽ ഫി സമമി, മഹബത്തിന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അവർ ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പുറത്തുള്ള കോലാഹലങ്ങളും യുക്തിവാദികളുടെയും മതയുക്തിവാദികളുടെയും ന്യൂ ലിബറലിന്റെയും കമന്റ് ഒന്നും ഇവർ കേൾക്കണില്ല. അതാണ് സംഭവം. ഭൂസുരിമാമിനെ സ്വയം മറന്നുപോയി. തീറ്റില്ല, കുടിയില്ല, ഒന്നുമില്ല. മഹാനായ സൗബാൻ റളിയല്ലാഹുവിന്റെ ശരീരത്തിന്റെ നിറമൊക്കെ മാറിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, മാ ഗയ്യറ ലൗനുക്, എന്താ സൗബാൻ നിറമൊക്കെ മാറിയത്? അബിക്ക മർലുൻ, രോഗമുണ്ടോ? ഇല്ല. രോഗമില്ലാണ്ട് ഇങ്ങനെയൊന്നും ശരീരത്തിന്റെ കോലം മാറില്ലല്ലോ. എന്തു പറ്റി? ദനീഫ്. എന്ത് ദനീഫ്? പ്രേമരോഗം. എന്ത് പ്രേമരോഗം? ആരോട്? തിന്നലും കുടിക്കലൊന്നുമില്ലേ? ഉറക്കില്ലേ? അത് വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തങ്ങളെ കാണാൻ മുട്ടും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തങ്ങളെ കാണാൻ പള്ളിയിൽ വരും, കണ്ടിട്ട് തിരിച്ചു പോകും. പിന്നെ എനിക്ക് വീട്ടിലൊരു അസ്വസ്ഥത, പിന്നെ ഞാൻ കാണാൻ വരും, അങ്ങനെ ഒന്ന് തിരിച്ചു പോകും. പിന്നെ ഇപ്പം അടുത്തായിട്ടൊരു തോന്നൽ എന്ന് പറയുന്നത്, തങ്ങൾ വഫാത്താവും, ഞാനും ഒരു ദിവസം മരിക്കും. തങ്ങളൊക്കെ വഫാത്തായിട്ട് സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്ത് ഹൈ ലെവലിലേക്ക് എത്തും. നമുക്കൊക്കെ സ്വർഗം കിട്ടിയാൽ തന്നെ സ്വർഗത്തിലൊരു പൊസിഷൻ കിട്ടും. അപ്പം തങ്ങളെ സ്വർഗത്തിൽ കാണാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഭയങ്കര കരച്ചിലാണ്, പിടിച്ച് കഴിയുന്നില്ല എന്ന്. നാളെ മറ്റന്നാളല്ല, അടുത്ത കൊല്ലത്തെ റബീഉൽ അവ്വലല്ല, 100-200 കൊല്ലം കഴിഞ്ഞിട്ടല്ല, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഖിയാമത്ത് നാൾ സംഭവിച്ച് പിന്നെ മഹ്ശറിൽ നടന്ന് പിന്നെ സ്വർഗം കിട്ടുമ്പോൾ അന്ന് സ്വർഗത്തിൽ തങ്ങൾക്ക് വലിയ സ്ഥാനം, നമ്മളൊക്കെ സ്വർഗത്തിൽ വേറൊരു മൂലക്ക് കൊട്ടാരത്തിൽ കിടക്കുമ്പോൾ മുത്തുനബിനെ കാണാത്ത സ്വർഗം എന്തിനെന്ന് വിചാരിച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കരയല ആ സ്വഹാബിയുടെ പണി. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണമെങ്കിൽ പിരാന്ത് എന്നൊക്കെ പറയാനേ. പക്ഷെ മുഹിബ്ബീങ്ങൾ അങ്ങനെയാ. പിന്നെ ഈ സ്വർഗത്തിലെ ഫ്രൂട്ട്സ്, സ്വർഗത്തിലെ മുന്തിരിക്കുലകൾ, സ്വർഗം എന്നൊക്കെ പറയുന്നത് നമ്മളെ പോലത്തെ ടീമിനുള്ളതാണ്. നമ്മളങ്ങനെല്ലാം പറഞ്ഞാൽ ഈ അമലൊക്കെ ചെയ്യുള്ളൂ. ഔലിയാക്കളാകുന്ന മഹാന്മാര്, സ്വഹാബത്തൊക്കെ സ്വർഗത്തിലെത്തിയാൽ അവർക്ക് വേണ്ടത് തങ്ങളെടുത്തോ, എൻ്റെ ഹബീബായ തങ്ങളെടുത്തോ. അവർക്ക് ഹുറുലിങ്ങളല്ല, അവർക്കെന്ത് ഫ്രൂട്ട്സ്. സിദ്ദീഖ് അങ്ങക്ക് ഫ്രൂട്ട്സാ വേണ്ടേ? കണ്ടോ, അവർക്കതാ വേണ്ടത്. അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് തങ്ങൾ എത്തി നോക്കും, എൻ്റെ പുരക്കേക്ക് തിരിച്ചു പോകും. പിന്നെയും നോക്കും. തങ്ങളെ ഒരു ദിവസം കാണാൻ വേണ്ടി വന്നു. എന്താ അബ്ദുള്ള നീ കളിക്കണത്? എന്താ പറ്റിയത്? അപ്പോൾ ഇറക്കിയിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. തങ്ങൾ വഫാത്തായിട്ട് സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടുമ്പോൾ എനിക്ക്
എനിക്കെല്ലാത്തിനേക്കാൾ തങ്ങളെ ഇഷ്ടം നബിയെ, എനിക്ക് തങ്ങളൊന്നിച്ച് സ്വർഗം കിട്ടുന്ന നബിയെ. കണ്ടോ, എനിക്ക് തങ്ങളല്ലാതെ ആരും വേണ്ട നബിയെ. കണ്ടോ, ആ സ്വഹാബി ഈന്തപ്പനത്തോട്ടത്തിൽ തൻ്റെ തോട്ടത്തിൽ വെള്ളം നനക്കുമ്പോഴാണ് ബാങ്ക് സ്വപ്നം കണ്ട സ്വഹാബിയാണ് ഈ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അവരുടെ മോന് വന്നിട്ട് പറഞ്ഞു തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള വഫാത്തായി. അന്നേരം തന്നെ ഈ സ്വഹാബി ദ്വാരക്കുന്ന എന്താ അറിയോ, അല്ലാഹുമ്മ അമ്മി ബസരി, ഇനി എനിക്ക് എൻ്റെ കണ്ണിന് കാഴ്ച വേണ്ട, മുത്തുനബി ഇല്ലാത്ത ദുനിയാവ് എനിക്കിനി കാണണ്ട, എനിക്ക് വേണ്ട, എനിക്കിനി കാഴ്ച ഒന്നും വേണ്ട. കാഴ്ച അള്ളാഹു എടുത്തു കളഞ്ഞു. പിന്നെ തപ്പിത്തടഞ്ഞിട്ടാണ് തങ്ങളെ ജനാസൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഈ പ്രേമത്തിന് എന്ത് വിളിക്കും? ഈ മുഹിബീങ്ങളുടെ മുന്നിൽ നമ്മൾ എന്തു പറയും? നമുക്ക് എന്ത് മഹബത്തുണ്ട് എന്നാ നമ്മൾ വാദിക്കാൻ ശ്രമിക്കണത്? നിനക്കൊന്നും ബാക്കിയില്ലാത്തവണ്ണം നീ മുഴുവനും നിന്റെ ഇഷ്ടപ്പെട്ട ആക്ക് കൊടുക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ, അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും എനിക്ക് ലോകത്ത് ഒരാളുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല. ഇത് കേട്ടാൽ ശരിക്ക് എന്താ ആക്കേണ്ടത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിരിക്കണം. അൽഹംദുലില്ലാഹ്, എൻ്റെ സ്വത്ത് തങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ തങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എപ്പം വേണമെങ്കിൽ ഒരു മിസ് കോൾ അടിച്ചാൽ മതി എന്നുള്ള അബൂബക്കർ അജിക്ക പറയുന്ന മാതിരി ഉസ്താദിൻ്റെ മേലെ കയറി സംസാരിക്കുകയാണെങ്കിൽ സിദ്ദീഖ് അങ്ങക്ക് ഇനി തകാഫിൽ നന്ന ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയാം. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉരുകി തീർന്നിട്ട് എന്താ പറയുന്നറിയോ, മാനഫഅനി മാലു ഖത്സ്, ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട സ്വത്ത് എൻ്റെ അബൂബക്കറിൻ്റെ സ്വത്താന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റ കരച്ചിൽ. അപ്പോൾ അബൂബക്കർ അങ്ങോട്ട് തങ്ങൾ എന്തിനാ മോന് കരയണത്? മുത്തുനബി എന്തിനാണ് അബൂബക്കറിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? അബൂബക്കറിനെ തന്നെ ഫുള്ള് തങ്ങൾക്ക് തന്നല്ലേ, അപ്പം പിന്നെ അബൂബക്കറിന് പ്രത്യേകിച്ച് സ്വത്തില്ലല്ലോ, അത് വേണ്ട നബി. അബൂബക്കർ ഇല്ലല്ലോ, അബൂബക്കറിന് എങ്ങനെയാ? അബൂബക്കർ തന്നെ ഇല്ല, പിന്നെ അങ്ങനെ അബൂബക്കറിന് സ്വത്തുണ്ടാവുക? അത് വേണ്ട നബി, അബൂബക്കറിന് അങ്ങനെ ഒന്നും വേണ്ട നബി. എന്താണ് പറയുക കൂട്ടുകാരെ? നമ്മൾ ഇന്നലെ രാത്രി സ്വർഗത്തിൽ ഇങ്ങനെ എല്ലാവരുടെയും സ്വർഗീയ കൊട്ടാരം കണ്ടപ്പോൾ എല്ലാവരുടെയും കൊട്ടാരം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. ഉമറെ, നിന്റെ കൊട്ടാരത്തിൽ ഞാൻ കയറിയിട്ടില്ല. എന്താ നബിയെ, എന്താ കയറാതിരുന്നേ? അത് പിന്നെ നിന്റെ ഒരു ഗൗരവ പ്രകൃതി ഓർമ്മ വന്നിട്ട് നിന്റെ പെർമിഷൻ ഇല്ലാണ്ട് കയറണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോഴേക്ക് ഉമർലാന് കരഞ്ഞിട്ട് നന്നെ പൂച്ചയായിട്ടുണ്ട്. എന്താ ഉമറ കരയണത്? ഞാൻ ഇന്നേ വരെ മുത്തുനബിയോട് ഒരു ശബ്ദം ഉയർത്തി സംസാരിച്ചില്ല, തങ്ങളോട് ഞാൻ ഗൗരവം കാണിക്കോ? എന്താ നബി? ഒരുക്കി തീർന്നുപോയി, അവര് തീർന്നുപോയി. അവരെ മറന്നുപോയി. അതാണ് സംഭവം. ഹിജ്റ വേളയിൽ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഞ്ചരിച്ച് യാത്ര ചെയ്ത് നബി തങ്ങളുടെ മുന്നിലൂടെ ഓടുന്നുണ്ട് കുറേ സമയം. ഇഹ്യാഉൽ ഉലുമുദ്ദീനിൽ കുറച്ചുകൂടി വിശദമായിട്ട് കാണാം. പിന്നെ കുറച്ച് ബാക്കോട്ടേക്ക് ഓടി, പിന്നെ വലത്തോട്ടോടി, പിന്നെ ഇടത്തോട്ടോടി. എന്താ അബൂബക്കർ ഈ കളിക്കണത്? എന്തു പറ്റി? അത് ഞാൻ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോന്നൽ, ശത്രുക്കൾ മുമ്പിൽ നിന്ന് വരുന്നുണ്ടോ, അപ്പോൾ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാണ്. പിന്നെ പെട്ടെന്ന് തോന്നും വേക്കുന്ന വരുന്നത്, അങ്ങോട്ട് വേഗോട്ട് പോയും. പിന്നെ പെട്ടെന്ന് തോന്നും വലത്തേ ഭാഗത്തുനിന്നാണ് അല്ലെങ്കിൽ ഇടത്തേ ഭാഗത്തുനിന്ന്, അങ്ങോട്ട് പോകും. അപ്പോൾ അബൂബക്കർ ഫസ്റ്റ് പോയാൽ അബൂബക്കറിനെ ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യൂലേ? അല്ല, ഞാൻ ഉള്ള കാലത്ത് എൻ്റെ തങ്ങൾക്കൊന്നും പറ്റാൻ പറ്റില്ലല്ലോ. പിന്നെ സിദ്ദീഖ് തങ്ങളുടെ ബേജാറ് മൊത്തം ആയതുകൊണ്ട് പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെ മദീന യാത്ര നടത്തുന്നറിയാം? മുത്തുനബി സഞ്ചരിക്കുന്ന ആ സഞ്ചാരപഥത്തിൽ റൗണ്ട് ചുറ്റിയിട്ട് ഓടുകയാണ്. ഏത് ഭാഗത്തുനിന്നാ വരത്തുനിന്ന് പേടിച്ചിട്ട്. കണ്ടോ? അങ്ങനെ തങ്ങളുടെ ക്ഷീണം കണ്ടിട്ട് തങ്ങളെ ചുമന്ന് പർവ്വതം കയറി. ബുഖാരിയിൽ കാണാം, മക്കാനൊക്കെ യാ റസൂലുള്ളാഹ്, തങ്ങളൊന്ന് പുറത്തിരിക്കോ, ഗുഹൻ്റെ പുറത്തിരിക്കോ എന്ന് വെച്ച് ഇരുത്തി. ഗുഹൻ്റെ ഉള്ളിൽ കയറി. എന്തിനാണ് തങ്ങളെ പുറത്തിരുത്തുന്നത്? വല്ല ഇഴജന്തുക്കളും ഗുഹയിലുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കിയിട്ട് വരാം എന്നാണ് പറയണത്. തങ്ങളെ കടിക്കേണ്ടതാണ്. അപ്പം അബൂബക്കറിനെ കടിക്കൂലേ? അതിന് അബൂബക്കർ ഇല്ലല്ലോ. അബൂബക്കർ പണ്ട് ഡിലീറ്റ് ആക്കിയല്ലോ. നമുക്കല്ലേ ഘോഷയാത്രക്ക് പോകുന്ന സമയത്ത് സെൽഫി, ഞാനില്ലാണ്ട് ഘോഷയാത്ര ഉണ്ടാകാൻ പറ്റില്ലല്ലോ. നമുക്കല്ലേ ബുർദ കിതാബിൻ്റെ ഇടയിൽ വീഡിയോ ഓണാക്കിയിട്ട് നെറ്റ് ഓണാക്കിയിട്ട് വീഡിയോ എടുക്കല്. അത് നമുക്കല്ലേ സൂക്കേട്. നമുക്കെന്താ അറിയല്? നമ്മൾ ചുമരിന് 4 നേലവും പറക്ക് കുത്തിയാൽ മഹബത്തായി എന്ന് വിചാരിക്കുന്ന കൗമല്ലേ? സഞ്ചരിക്കാനുണ്ട്, പഠിക്കണം, തിരിച്ചറിയണം. ഗുഹയിൽ കയറിയിട്ട് ഗുഹ മൊത്തം വൃത്തിയാക്കി.
തങ്ങളോട് താൽ, തങ്ങൾ വരീന്ന് പറഞ്ഞു. തങ്ങളെ കയറ്റി. തങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. കാല് നീട്ടിക്കൊടുത്തിട്ട് തങ്ങൾ മടിയിൽ തല വെച്ചിട്ട് കിടന്നുറങ്ങി. നല്ല ക്ഷീണമുണ്ട് തങ്ങൾക്ക്. സിദ്ദീഖങ്ങൾക്കോ? സിദ്ദീഖില്ലല്ലോ, പിന്നെ എങ്ങനെ ക്ഷീണുണ്ടാല്? പാമ്പ് ആഞ്ഞു കുത്തി. കാലാണ് വലിക്കേണ്ടത്, പക്ഷെ അത് വലിയൂല. കാരണം ലോകരാജാവ് കിടക്കുന്ന തലയണ അങ്ങനെ വലിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കണ്ണിന്ന് വെള്ളം വീഴൽ, അത് സിദ്ദീഖങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല, ഫിസിക്സിലെ റിഫ്ലക്ഷനാണ്. അത് കണ്ണിന്ന് വെള്ളം അങ്ങനെ വരും. സിദ്ദീഖങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് കണ്ണിന്ന് വെള്ളം ഉറ്റി, തങ്ങളുടെ മുഖത്തുറ്റി. തങ്ങളെ ചോദ്യം മാ ബിഖ്, എന്ത് പറ്റി അബൂബക്കർ? കരീന്നെന്തേ? 2 ഉത്തരം. ഒറിജിനൽ ഉത്തരം രണ്ടാമതാ പറയൽ. ഒന്നാമത്തെ ഉത്തരം ചോദ്യത്തിൻ്റെ ഉത്തരം, അത് പാമ്പ് കടിയേറ്റതാണ്. രണ്ടാമത്തെ ഉത്തരം എന്താ അറിയാം? ഫിദാക്ക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്. സോറി നബി, കണ്ണ് വെള്ളം ഉറ്റിപ്പോയതാണ്. എൻ്റെ ഉപ്പാനും ഉമ്മാനും വിറ്റിട്ടെങ്കിലും എന്നെ മുത്ത് തങ്ങൾ ഞാൻ സംരക്ഷിക്കും. കണ്ടു, 200 തവണ ഈ പദം പറയുന്നുണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ. ഫിദാക്ക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്. അങ്ങനെ ശിഫയാക്കി ഗുഹയിൽ പുറത്തിറങ്ങി. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അബൂബക്കറിൻ്റെ കയ്യിൽ നല്ലൊരു ജോഡി ഡ്രസ്സ് കണ്ടേനല്ലോ കഴിഞ്ഞ ദിവസത്തെ യാത്രകളിൽ, എവിടെ പോയി? അത് മൊത്തം കീറിയിട്ടാണല്ലോ. ദ്വാരങ്ങൾ കുറേ ഉണ്ടായിന് നബിയെ, എല്ലാം അടച്ചു. പിന്നെയും ദ്വാരം ബാക്കിയായപ്പോൾ എൻ്റെ ഡ്രസ്സ് തീർന്നു. അവിടെ കാല് നീട്ടി അമർത്തി വെച്ചിട്ടല്ലേ തങ്ങളെ ഞാൻ കടത്തിയത്. ഓ, ഡ്രസ്സ് കീറിയിട്ട് പോയോ? അപ്പം ഇനി അബൂബക്കറിന് തുടർന്നുള്ള യാത്രയിൽ ഡ്രസ്സ് വേണ്ടേ? അതിന് അബൂബക്കർ ഇല്ലല്ലോ ഡ്രസ്സ് ഇടാൻ. അബൂബക്കർ ഇല്ലല്ലോ. ഉടനെ സ്നേഹം കൊണ്ടൊരു ദുആ, അല്ലാഹുവേ എൻ്റെ അബൂബക്കറിന് അമ്പിയാക്കളുടെ കൂടെ സ്വർഗ സീറ്റ് കൊടുക്കണേന്ന്. അള്ളാഹിൻ്റെ മറുപടി ഒക്കെ കൊടുത്തു. ഓർക്ക് കൊടുത്തില്ലെങ്കിൽ ആർക്കിപ്പോൾ കൊടുക്കുക? യാത്ര തുടരുകയാണ്. ദാഹിച്ച് പരവശനായ സിദ്ദീഖങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് ആരോ